അതെനിക്കിവിടെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും വന്ന് സിനിമ കാണും. എനിക്ക് അത്രയും ക്യൂരിയസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പടത്തിലേക്ക് വരുന്നത് ഞാനും നമ്മുടെ വേറെ ആക്ടറും കൂടെ ഐശ്വര്യയും കൂടെ ആദ്യമായിട്ട് നമ്മുടെ നിശാന്തേട്ടൻ ഒരു ഫാഷൻ ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡയറക്ടർ തന്നെ അവിടെ വെച്ച് ആദ്യമായിട്ട് കാണുകയും പിന്നെ ഓഡീഷന് വിളിക്കുകയും പിന്നെ ഞാൻ MBBS കൂടെ ചെയ്യുന്നത് കൊണ്ട് ഈ കഥ അതിൻ്റെ ബേസ്ഡാണ്, MBBS ബേസ്ഡാണ്. അപ്പോൾ അതും കൂടെ എനിക്കൊരു പ്ലസ് പോയിന്റ് ആയി. അങ്ങനെയായിരുന്നു. നല്ല പടമാണ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്തത്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഞങ്ങൾ ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണല്ലോ. നിങ്ങളെല്ലാവരും കാണുന്ന ഒരു കുഞ്ഞു സിനിമയാണ്. എല്ലാവരും കണ്ട് ആ ഒരു പബ്ലിസിറ്റിയിലാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ കാണുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ ഫാമിലി മൂവിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വലിയ ഫാമിലി മൂവിയാണ്. എല്ലാവരും ഇഷ്ടപ്പെടും. എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സിനിമ കാണാം. രഞ്ജിത്തേട്ടൻ എനിക്കറിയാം, ഒരുപാട് സിനിമകളുടെ തിരക്കഥ എഴുതിയിട്ടുള്ള ആളാണ്. എറണാകുളം പോലെയുള്ള ജനപ്രിയ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്താണ്. വളരെ മാധ്യമമായി നല്ലൊരു സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് സിനിമയിൽ സഹകരിക്കാൻ പറ്റിയതിന് ഈ ഉദ്ദേശമുണ്ട്. സിനിമ കൊണ്ടു ജനങ്ങളെല്ലാം കണ്ടിട്ട് വിലയിരുത്തുന്ന സിനിമയിൽ വളരെ സന്തോഷം കൂടിയുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഒരു ഡോക്ടർ കൂടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഈ കഥയുമായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും പോയി സിനിമയായിട്ട് വിജയിപ്പിക്കാം. ഫിലിമാണ്. ഇതുവരെ കാണാത്ത കുറേ സ്റ്റോറീസ്, കുറേ സ്റ്റൊക്കെ ഇതിലുണ്ട്. ലവ് സ്റ്റോറിയാണ്. ഇതുവരെ ഇങ്ങനെ ഒരു സ്റ്റോറി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് പെൺകുട്ടികളും കൂടുതലും ഫീമെയിൽ ഓറിയന്റഡ് പെൺകുട്ടികൾ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യണം. നേരത്തെയും നേരത്തെ മൂവി പറയുന്ന പോലെ നല്ലൊരു ലവ് സ്റ്റോറിയാണ്. എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഡയറക്ടർ ഇതിനെക്കുറിച്ച് ഒരു ബേസിക്കലി ഒരു റൊമാൻറ്റിക് സിനിമയാണ്. ശരിക്കും ഒരു റിവെഞ്ച് ഡ്രാമ എന്നൊക്കെ പറയുന്നത്. ആ റിവെഞ്ചിലേക്ക് പോകുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആ പ്രതികാരം നിറവേറ്റപ്പെടുന്നത് പുതിയ രീതിയിലാണ് നമ്മൾ ആ ഒരു സർപ്രൈസ് ഏരിയ, ആ ഒരു കണ്ടന്റ് വെച്ചൊരു സർപ്രൈസ് ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ സ്റ്റോറി ലൈൻ തന്നെയാണ്. പക്ഷേ പങ്കുവെള്ളം കഴിയുമ്പോഴത്തേക്ക് സിനിമയുടെ ആ ഒരു വേഗത കൂടുതൽ വേറൊരു രീതിയിലേക്ക് സിനിമ മാറിപ്പോകുന്നത് കാണാം. എന്തായാലും കണ്ടന്റ് സ്പീക്കിംഗ് എന്നാണല്ലോ പറയുന്നത്. പ്രേക്ഷകരിൽ വിശ്വാസമുണ്ട്. ഇനിയിപ്പോൾ പ്രേക്ഷകരാണെന്ന് പറയുന്നത്. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകർ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണെന്നുള്ളത് ആവശ്യമെങ്കിൽ നേരെ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കും. കണ്ടന്റ് വൈസ് നമ്മളൊരു മാക്സിമം ഒരു വ്യത്യസ്തത നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോൾ പ്രേക്ഷകർ കണ്ടിട്ട് അവരാണ് വിലയിരുത്തുന്നത്.